ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ് 125 വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ആക്സിലേറ്റർ കേബിൾ ഡേസ് പറഞ്ഞിട്ടുണ്ട്, ആക്സിലേറ്റർ ഓവർ റേസിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് പറയുന്നുണ്ട്, ആ സൈഡ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യുക, എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ ഈ സൈഡിൽ ഹെഡിൻ്റെ അവിടുത്തെ ഗ്യാസ്കറ്റ് പോയിട്ട് ലീക്കായിട്ട് താഴേക്ക് ചാടി, ആ ഓയിലാണ് നമുക്ക് ഈ സൈഡിലായിട്ട് വരുന്നത് കേട്ടോ. ഇതിവിടെ ഓയിൽ ലീക്കായിട്ട് കാണിക്കുന്നത് അതിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ്റെ ഭാഗത്ത് അവിടെ മാത്രമല്ല ലീക്ക്, ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കേട്ടോ. ഇതിവിടെ നോക്കുമ്പോൾ ഇവിടെയും ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അതിനകത്ത് ഇവിടുത്തെ ഓയിൽ സീൽ പോയിട്ടുണ്ട്, ഈ സൈഡ് ഓയിൽ സീൽ പോയിട്ടുണ്ട്, ഇവിടുത്തെ ഓറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്കൊന്ന് മാറ്റി റീസെറ്റ് ആക്കാം. ഈ സൈഡ് നമ്മൾ എങ്ങനെ ചെയ്താലും 100% പെർഫെക്ഷൻ ഒന്നും ആവാറില്ല. അതായത് സ്കൂട്ടറിൻ്റെ റൈറ്റ് സൈഡിൽ ഓയിൽ സീൽ മാറ്റുമ്പോൾ 100% ക്ലിയർ ആവാറില്ല. കാരണം ഞാൻ അതിൻ്റെ ഓയിൽ സീൽ ഉള്ളിൽ നിന്ന് അടിക്കേണ്ട ഓയിൽ സീലാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ പുറമേ നിന്ന് ചെയ്യാവുന്നത് മാക്സിമം രീതിയിൽ പെർഫെക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിടാം. എന്നാലും റിപ്പീറ്റ് ലീക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചെറിയ തോതിലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയേക്കാം. പിന്നെ ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട് കേബിളൊക്കെ പുതിയ കേബിളാണ്. എനിക്ക് തോന്നുന്നു കാർബറേറ്റർ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട് സ്ലൈഡർ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. എഞ്ചിനകത്തുള്ള ഓയിൽ നല്ല ഓയിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു അല്പം ലീക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്യണം. ഏകദേശം ഒരു 150-200 മില്ലി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ചെയ്തിട്ടേക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. ഏകദേശം നമുക്കൊരു 5:30-6 മണിക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.